ആദ്യഘട്ട വോട്ടെടുപ്പാണ് നാളെ അല്ലേ? നിങ്ങളൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്യും എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോയില്ല ആൾക്കാർ. നാട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം മെയിനായിട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നമ്മൾ ദിലീപിൻ്റെ കാര്യങ്ങൾ ഇന്നലെയും ഇന്നൊക്കെ ഇങ്ങനെ അത് ഡിസ്കസ് ചെയ്ത് പോകുന്നു. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ വഴികൾ, പെണ്ണുങ്ങളുടെ പേര്, അത് ഇത് ഭയങ്കരമായിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളും കഴിഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനത്തെ എത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നുപോയി, നമ്മളാരും അറിഞ്ഞിട്ട് പോലുമില്ല. അല്ല, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ രാജ്യം ഭരിക്കുന്നതും നമ്മുടെ കേരളം ഭരിക്കുന്നതും സർക്കാർ എല്ലാ രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വോട്ട് ചെയ്യുന്ന സമയത്തെ നമ്മളിപ്പോൾ നമ്മളെ കേരളം ഭരിക്കുന്ന LDFന് വോട്ട് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 ദിവസം, ഈ 10 കൊല്ലത്തെ കണക്ക് നമ്മൾ എടുക്കാനുണ്ട്, പക്ഷേ കഴിഞ്ഞ ഒരു 10 ദിവസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നില്ല ഇവിടെ. സ്വർണ്ണക്കളവിൻ്റെ അപ്ഡേറ്റ്സ് എത്ര പേർക്ക് അറിയാം? ബാക്കിയെല്ലാം ഇപ്പോൾ എല്ലാവർക്കും വരാം. ദിലീപിൻ്റെ കണക്കും രാഹുലിൻ്റെ കണക്കും എല്ലാവർക്കും വരാം. സ്വർണ്ണക്കളവിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ടവരുടെ കണക്കെന്താ നിങ്ങൾക്കറിയോ? വാസു ജയിലിലാണ് എന്ന് നിങ്ങൾക്കറിയോ? വാസുവിന് 2 വട്ടം ജാമ്യം കിട്ടാണ്ട് വാസു എന്താ പറയുക നമ്മുടെ റിമാൻഡിലായത്, വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡിലായ കണക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എവിടെയല്ല, അത് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ M പത്മകുമാർ ഒരു വട്ടം ഒരു കേസിൽ ജയിലിലായി, അവിടുന്ന് വീണ്ടും എന്താ പറയുക ജാമ്യം അപേക്ഷിച്ചു, അത് കിട്ടിയില്ല. 2ാമത്തെ കേസിന് വീണ്ടും ജയിലിൽ തന്നെ ഇടുന്നു എന്നുള്ള വാർത്ത 2 ദിവസം മുമ്പ് വന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ട അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ മൊത്തം വിശ്വാസത്തിനെയും ഒരുപാട് കാര്യങ്ങളെയും അല്ലെങ്കിൽ ആത്മീയതയെയും ഒക്കെ വെറും പച്ചക്ക് നിർത്തിയിട്ട് കള്ളത്തരത്തിലൂടെ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ 2 വലിയ നേതാക്കൾ തന്നെ അല്ലേ, MLA വരെ ആയി, DYFI എന്താ പറയുക സംസ്ഥാന തലത്തിലോട്ട് വന്ന് ഏരിയ സെൻട്രൽ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ അല്ലേ, ഇത്രയും വലിയ ആളുകൾ, ദേവസ്വം ബോർഡിൽ ദേവസ്വം പ്രസിഡൻ്റായ ആളുകൾ അല്ലെങ്കിൽ അതിന് കൂട്ടുപിടിച്ച ആളുകളൊക്കെ കൂടെ അവർക്ക് വിശ്വാസം ഇല്ലാണ്ട് വിചാരിച്ചിട്ട് വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു വലിയൊരു കൂട്ടത്തിൻ്റെ സ്വർണം വരെ അടിച്ചു മാറ്റിയിട്ട് ഈ 2 പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. പല കേസുകൾക്ക് പല പ്രാവശ്യങ്ങളായിട്ട് റിമാൻഡിൽ കേസായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. ഇതാരെങ്കിലും ചർച്ച ചെയ്തോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ പെണ്ണിനെ പിടിച്ചു, 2ാമത്തെ പെണ്ണിനെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇനി കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തെ നിങ്ങളുടെ മൊത്തം ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളം വരച്ച പോലെ പറ്റിച്ചിട്ട് ഇമ്മാതിരി ഒരു വലിയ കളവ് ചെയ്തിട്ട് ആ ഒരു പാർട്ടി അല്ലെങ്കിൽ അത് മുക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകൾ അവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടന്നു. ഇതിൻ്റെ ഇടയിലൂടെ ദിലീപിൻ്റെ കാര്യം പറഞ്ഞു. ദിലീപിൻ്റെ കേസ് അല്ലെങ്കിൽ ദിലീപിൻ്റെ എതിർഭാഗത്ത് ആരായിരുന്നു? സർക്കാർ പ്രോസിക്യൂഷനാണ്. അതല്ലാണ്ട് പറഞ്ഞ ഇര കേസ് കൊടുത്തതല്ല. ആ കേസ് എന്തായി? സർക്കാർ കൊണ്ടുവന്ന കേസ് എന്തായി? തോറ്റു തന്നെ സത്യം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇരയുടെ കൂടെ നിങ്ങൾ 100 വട്ടം ഇനിയൊക്കെ സർക്കാർ അടുത്ത ഹൈക്കോർട്ടിലോട്ടും ഇവിടേക്കൊക്കെ പോകണം, എന്നിട്ട് വല്ലതും നടക്കുമോ? എത്ര പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഇത് ഇരയല്ല അപ്പുറത്തെ എന്താ പറയുക വാദിയായിട്ട് നിൽക്കുന്നത്, സർക്കാരാണ് ഇവിടുത്തെ വാദി. പ്രോസിക്യൂഷൻ എത്ര പേർക്ക് അറിയാം? അതാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലും നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. ഇതേ സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം NH പൊളിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേ തകർന്ന സമയത്തെ അതിൻ്റെ കുറ്റം മൊത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്ത് അല്ലെങ്കിൽ നിതിൻ ഗഡ്കറി തലയിലോട്ട് കെട്ടിവെച്ച് അതേ മരുമോനായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് എവിടെയൊക്കെ ഏതൊക്കെ നാഷണൽ ഹൈവേ തുറന്നു കഴിഞ്ഞാൽ അവിടെ സ്വന്തം എന്താ പറയുക ഇങ്ങനെ അടിച്ച് നിൽക്കുന്ന പോസ്റ്റർ ഫ്ലെക്സ് വെക്കും, അമ്മോഷൻ്റെ ഫ്ലെക്സും വെക്കും. എന്നിട്ട് അതിലൂടെ ഇറങ്ങി നടന്നിട്ട് ഞങ്ങൾ ചെയ്തതുകൊണ്ട്, ഞങ്ങൾ ഇവിടെ നൊന്തി കൊടുത്തതുകൊണ്ട്, ഞങ്ങൾ ഓരോ സമയത്ത് ഓരോ ദിവസം വന്നിട്ട് ഇവിടുത്തെ ഇത്ര പണി നടക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്തതുകൊണ്ട് കേരളത്തിൽ ഹൈവേ വന്നു, അതേ ഹൈവേ പൊളിഞ്ഞു. അപ്പം നമുക്ക് റീൽസ് ഇല്ല, വീഡിയോസ് ഇല്ല, ഒന്നുമില്ല, എല്ലാം ഗഡ്കരിൻ്റെ തലയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. നമ്മൾ നൈസായിട്ട് ഇങ്ങ് വലിഞ്ഞു. ഇനി അതൊക്കെ പോട്ടെ, അതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് വന്നു. അത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ED നോട്ടീസ്. ഈ നാട്ടിൽ ED വന്നു കഴിഞ്ഞാൽ NIA വന്നു കഴിഞ്ഞാലും അത് കുത്തിപ്പിടിച്ച് വലിയ കാര്യങ്ങളാക്കി വരുന്ന ഒരു പാർട്ടിക്കാരും സ്വന്തം മുഖ്യമന്ത്രിയുടെ മോന് ED നോട്ടീസ് വന്നത് അറിഞ്ഞിട്ടില്ല. 2023 മുതൽ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഹാജരായിട്ടില്ല, ED ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല, ED കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. മകൾക്കെതിരെ NIA ED കേസ് വന്നു. മകൾ പോയിട്ടില്ല, കണ്ടിട്ടില്ല, കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അപ്പന് നമ്മുടെ ഇരട്ട ചങ്കന് പല നോട്ടീസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുവരെ ആർക്കൊരു കുഴപ്പമില്ല. EDക്ക് കുഴപ്പമില്ല, നോട്ടീസ് അയച്ച EDക്ക് കുഴപ്പമില്ല, നോട്ടീസ് കിട്ടിയ നമ്മുടെ കൂട്ടർക്കും ഒരു കുഴപ്പമില്ല. അവിടെ ഒരു വലിയ CJP ബന്ധം വരെ നമ്മുടെ മുമ്പിലോട്ട് പച്ചക്ക് തുറന്ന് കാണിച്ചിരുന്നു. എന്നിട്ട് ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു? ഇത്രയും കാര്യങ്ങൾ ഞാനീ പറഞ്ഞ 2 ആഴ്ചൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ കേട്ടോ. ഇനി 10 കൊല്ലത്തെ കാര്യങ്ങൾ ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞാലേ 2016 ഈ പറഞ്ഞ സരിതനെ മുൻനിർത്തി, അതെ സത്യം പറഞ്ഞ ഒരു പച്ച മുൻനിർത്തി
ഇമാതിരി കളവ് പറഞ്ഞ് വലിയൊരു മനുഷ്യനെ ഇല്ലാണ്ടാക്കി അത്രയും മോശമായ രീതിയിലോട്ട് ചിത്രീകരിച്ചിട്ട് അങ്ങ് ഇറങ്ങി വന്ന നമ്മുടെ ഇരട്ടച്ചങ്കനിലെ പരട്ടത്തരം വന്ന് കാണിച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പിലോട്ട്. അങ്ങനെ അധികാരത്തിലേറി വിത്തിൻ കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സരിത ആരുടെയൊക്കെ വെപ്പാട്ടിയായിരുന്നു എന്നുള്ളതും ആരൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുത്തതെന്നുള്ളതും ഈ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ സരിതയിലുണ്ടായ മക്കളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പല മന്ത്രിമാരും അല്ലെങ്കിൽ മന്ത്രിമാരുടെ അച്ഛന്മാരും പെട്ട കഷ്ടപ്പാട് എത്രയെന്നുള്ളത് പിന്നെ പുറത്തോട്ട് വന്നു. അങ്ങനെ ഒരു പെരട്ടത്തരം കാട്ടി ഇരട്ടച്ചങ്കോട് കൂടിയിട്ട് ഈ അധികാരത്തിൽ വന്ന നമ്മുടെ മുഖ്യൻ അന്നു മുതൽ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുക. ദൂരത്തടിച്ചടിച്ചടിച്ചടിച്ച് അത് പെൻഷനാണെങ്കിലും വേണ്ടില്ല, KSRTC ബസ്സിലെ ആൾക്കാരുടെ ശമ്പളമാണെങ്കിലും വേണ്ടില്ല, ക്ഷേമ പെൻഷനാണെങ്കിലും വേണ്ടില്ല, വിധവാ പെൻഷനാണെങ്കിലും വേണ്ടില്ല, കുടിശ്ശിക വെച്ച് നമ്മൾ അവസാനം എന്ത് ചെയ്തു? 2018 ആയപ്പോൾ ഒരു വലിയ മഹാപ്രളയം വന്നു അല്ലേ. പ്രളയം വന്ന സമയത്ത് നമ്മൾ കിറ്റ് കൊടുത്തു. കിറ്റിൽ വരെ അഴിമതി കാണിച്ച് അന്നത്തെ വോട്ടടിച്ച് വീണ്ടും നമ്മൾ അധികാരത്തിലോട്ട് വന്നു. അതേസമയം എന്ത് വന്നു? കൊറോണ വന്ന സമയത്ത് മാസ്ക് ആയിട്ടും അതല്ലെങ്കിൽ കൊറോണയുടെ PP കിറ്റിൽ വരെ അഴിമതി കാണിച്ച് അത് വെച്ചിട്ട് അതിൻ്റെ കൂടിയും 600 രൂപേൻ്റെ ഒരു കിറ്റ് കൊടുത്തു. അതിലും അഴിമതി കാണിച്ചു. കിട്ടിയ ഫണ്ട് പല രീതിയിൽ മുക്കിയിട്ട് ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു. ഇങ്ങനെ അധികാരത്തിൽ വന്ന് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ബാക്കി ഖജനാവിൽ കാലിയായി വെച്ചിരുന്ന ബാക്കി പൈസയും കൂടെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കേരളം മൊത്തം അങ്ങോട്ട് ചുറ്റി. ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി പണ്ട് ഈ ജനസമ്പർക്ക പരിപാടികൾ കൂടെ ആ സമയത്ത് ആ സ്പോട്ടിൽ പല തീരുമാനങ്ങളും എടുത്ത് നമ്മുടെ അതേ കോപ്പി അടിച്ച് നമ്മൾ വലിയ കോടികളുടെ സ്റ്റേജുകൾ കെട്ടി നല്ല നേതാക്കന്മാരുടെ വീട്ടിൽ പോയിട്ട് കോഴിക്കാലും മട്ടനും ബീഫും അടിച്ചിട്ട് നമ്മൾ വലിയൊരു പരിപാടി നടത്തി. വലിയ 1.5 കോടിയുടെ ബസ് വാങ്ങിച്ചു, കക്കൂസ് പണിതു. ഇപ്പോൾ ബസ്സും ഇല്ല, കക്കൂസും ഇല്ല, ബസ്സട്ട് മ്യൂസിയത്തിൽ എത്തിയിട്ടുമില്ല. അങ്ങനെയും നമ്മളെ പറ്റിച്ചു. ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോ കണക്കിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഓരോ ബൈ ഇലക്ഷൻ വരുമ്പം കാഫിർ പോസ്റ്റായിട്ടും നീലപ്പെട്ടിയായിട്ടും അങ്ങനെ പല പരിപാടികൾ വെച്ചിട്ട് നമ്മൾ മാക്സിമം ഈ നാട്ടിലെ ആളുകളെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ അടുപ്പിച്ച് നോക്കി. അതും നമ്മൾ തരണം ചെയ്തു. ഇങ്ങനെ ഒരു 100 കണക്ക് നമ്മുടെ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പെട്രോളിൻ്റെ വില കൂടിയത് സെസ് കൂട്ടി ആ പൈസ കൂടെ നമ്മൾ മയോ ക്ലിനിക്കിലോട്ടും നമ്മൾ സ്വിറ്റ്സർലാൻഡിലോട്ടും ന്യൂസിലാൻഡിലോട്ടും ടൂർ അടിക്കാൻ വിട്ടു. ആര്? നമ്മുടെ മന്ത്രിമാർ. എന്നിട്ടോ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഓരോ ലക്കിയും കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പൈസയും ഈ പറഞ്ഞ എല്ലാം ദൂരത്തടിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തും. ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ കേട്ടിട്ടും ഇപ്പോഴും ഇവരെ താങ്ങി നടക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. 1-2 അല്ല 100 കണക്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തോട്ട് വന്ന് അതെല്ലാം കവറപ്പ് ചെയ്യാൻ വേണ്ടി അവസാനം നമ്മൾ മാങ്കൂട്ടത്തിലോട്ട് ഓടിപ്പോയി അല്ലേ. മാങ്കൂട്ടത്തിലെ അണ്ടിയുടെ പഴുപ്പും നോക്കി നടന്നെല്ലാവരും കൂടെ അവസാനം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ആരും അറിയാണ്ട് ഒന്നും പറയാണ്ട് ഞാൻ അടക്കി അവിടെ വെക്കുകയും ചെയ്തു. ഇനി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നാളെ വരുന്ന ഇലക്ഷന് ആരൊക്കെ എവിടെയൊക്കെ വോട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങളൊന്ന് കാണുക. ഇത് കേരളം ഭരിക്കുന്ന ആളുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടോ. കേന്ദ്രം ഭരിക്കുന്ന ആളുടെ കാര്യങ്ങൾ നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? ആ രാജ്യത്തിൻ്റെ അവസ്ഥ ഇത്തോതിലാക്കിയവന്മാരാണ് നാളെ ഇവിടെ തിരുവനന്തപുരത്ത് 2034 ഒളിമ്പിക്സ് വേദി ഉണ്ടാക്കാൻ പോകുന്നത്. കയ്യിലുള്ളൊരു മുനിസിപ്പാലിറ്റിയിലെ ഗ്രൗണ്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ എന്താണെന്നറിയാത്തവന്മാരാണ് ഒളിമ്പിക്സ് വേദി 2034 തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് ലോകത്തെ ഏറ്റവും നമ്പർ 1 സിറ്റി ആക്കുമെന്ന് പറയുന്നത്. പറഞ്ഞ പാർട്ടി ഭരിച്ച് BJP ഭരിച്ച് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഓരോ സ്ഥലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റീസായി മാറിയിട്ടുണ്ട്. അവരാണ് നമ്മൾ തിരുവനന്തപുരത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ആക്കും എന്ന് പറയുന്നത്. അവർക്ക് നിങ്ങൾ ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അവർ ചാണകം മെഴുകും എല്ലായിടത്തും. ഈ ചാണകം മെഴുകുന്നതോടെ കൂടെ തന്നെ മുസ്ലിമിനെയും ഹിന്ദുവിൻ്റെയും നടുവിലൊരു വര വരച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്നോളം പറയും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിച്ചോളാൻ പറയും. ഇതാണ് ആ പാർട്ടി ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പം വോട്ട് കൊടുക്കുമ്പം അറിഞ്ഞുകൊണ്ട് വോട്ട് കൊടുക്കുക.